മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. 1300ഓളം അനാഥർക്ക് അഭയമേകുന്ന കൊല്ലം പത്തനാപുരത്തെ ഗാന്ധിഭവൻ അന്തേവാസികൾ തേക്കിന്റെ നാട്ടിലെത്തും. വണ്ടൂർ നെഹ്റു കലാസാംസ്കാരിക വേദിയും JCI നിലമ്പൂരും ചേർന്നാണ് 2 ദിവസത്തെ ശലഭയാത്ര സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള കൊല്ലം ഗാന്ധിഭവനിലെ 50ഓളം അന്തേവാസികളാണ് വെള്ളിയാഴ്ച രാവിലെ രാജ്യറാണി എക്സ്പ്രസിൽ നിലമ്പൂരിലെത്തുക. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കുട്ടികളെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കും. തുടർന്ന് രാവിലെ 8:30 മഹാരാജ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ആര്യാടൻ ഷൌക്കത്ത് കുട്ടികളുമായി സംവദിക്കും. ശേഷം ചന്തക്കുന്ന് ബംഗ്ലാംകുന്നിലെ ആകാശ നടപ്പാത സന്ദർശിച്ചതിനു ശേഷം തേക്ക് മ്യൂസിയത്തിൽ എത്തിച്ചേരുന്ന കുട്ടികളുമായി PV അൻവർ MLAയും കരുവാരക്കുണ്ടിൽ നടക്കുന്ന അമൽ കോളേജ് NSS ക്യാമ്പിൽ വെച്ച് PV അബ്ദുൽ വഹാബ് MPയും കുട്ടികളുമായി സംവദിക്കും. തുടർന്ന് കേരളാംകുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിച്ച ശേഷം നെടുങ്കയത്തെത്തുന്ന കുട്ടികളുമായി നിലമ്പൂർ നോർത്ത് DFO ആശയവിനിമയം നടത്തും. രാത്രി വനംവകുപ്പിന്റെ നെടുങ്കയം ഡോർമെട്രിയിലാണ് താമസം. ഇവിടെ വെച്ച് വിവിധ കലാപരിപാടികളും നടക്കും. ശനിയാഴ്ച രാവിലെ ആടിയൻപാറ വെള്ളച്ചാട്ടം സന്ദർശിച്ച ശേഷം കനോലി പ്ലോട്ടിലെത്തുന്ന കുട്ടികൾക്ക് നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യും. ശേഷം വണ്ടൂരിലെത്തുന്ന കുട്ടികൾക്കുള്ള സമാപന യാത്രയയപ്പ് യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ്, ചെയർപേഴ്സൺ ഷാഹിദ കമാൽ, ഡയറക്ടർ പ്രസന്ന രാജൻ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ 1300ഓളം വരുന്ന അഗതികൾക്ക് അഭയകേന്ദ്രമായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാന്ധിഭവൻ പത്തനാപുരത്തുള്ള ഗാന്ധിഭവനിൽ 50 കുട്ടികളുമായിട്ട് ഒരു സംഘം നമ്മുടെ തേക്കിൻ്റെ നാടായ നിലമ്പൂർ സന്ദർശിക്കാൻ എത്തുകയാണ്. അവർ നിലമ്പൂർ നെടുങ്കയം, ചന്തക്കുന്ന് ബംഗ്ലാവുന്ന്, തേക്ക് മ്യൂസിയം, കനോലി പ്ലോട്ട്, ആട്യംപാറ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് 2 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് അവർ തിരിച്ച് പോവുകയാണ്. 28 വൈകുന്നേരം അവർ തിരിച്ചു പോകും. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന കുട്ടികളെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം വിവിധ കേന്ദ്രങ്ങളിൽ ആര്യാടൻ ഷൌക്കത്ത്, നിലമ്പൂർ MLA PV അൻവർ, PV അബ്ദുൽ വഹാബ് MP എന്നിവരൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികളുമായി ആശയപരമായി സംവദിക്കും. അതിനുശേഷം സമാപന യോഗത്തിൽ വണ്ടൂർ MLA PV അനിൽകുമാർ MLA, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സീന, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ തുടങ്ങിയവരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലെ കൗൺസിലർമാർ ഒരു കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിലമ്പൂർ 2 ദിവസം കണ്ട് മനസ്സ് നിറഞ്ഞ് അവരെ യാത്ര അയക്കുവാനാണ് ഈ ഒരു ശലഭയാത്ര എന്ന പരിപാടി. വാർത്താ സമ്മേളനത്തിൽ ശലഭയാത്രയുടെ സംഘാടക സമിതി ചെയർമാൻ മുജീബ് ദേവശ്ശേരി, കോർഡിനേറ്റർ ഷിഹാബ് അലൈബ്, ഡയറക്ടർമാരായ മുഹ്സിൻ നാലകത്ത, ജനീഷ്, അമൽ കോളേജ്, ജാബിർ മുഹമ്മദ്, ജിംഷാദ് അഞ്ചുചവടി എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.